ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തക്കാളി വെച്ചിട്ടുള്ള കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 3-4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ട് അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്താണ് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ. ഇതാ നമ്മൾ പച്ചമുളകാണ് തക്കാളിക്കറിയിൽ ചേർക്കുന്നത്. മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. ഇതാ നമ്മളിനി തക്കാളിക്ക് ഒരു ചട്ടിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും തക്കാളി വെച്ചിട്ടുള്ള ഈ വിഭവം. അപ്പോൾ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തക്കാളി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് കീറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറിക്ക്. പച്ചമുളക് ഇട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. മുളക് പൊടി ഇട്ട് വയ്ക്കും പോലെ അല്ല കേട്ടോ. അത് നിങ്ങൾക്കറിയാലോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. നന്നായിട്ട് വേവിച്ചെടുക്കുക. നമുക്കത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ഇനി നമുക്ക് ഉണക്കമീനായിട്ട് ഞാൻ പൊരിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഉണക്കമീൻ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉണക്കമീനിനൊക്കെ ആവശ്യമുള്ള കൂട്ട് തയ്യാറാക്കാം നമുക്ക്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ചുമ്മാ പൊരിക്കണ നല്ലത് ഇങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് പൊരിക്കുകയാണെങ്കിൽ നല്ല കേട്ടോ. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഉപ്പുള്ള ഉണക്കമീനാണല്ലോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി വെച്ച് വയ്ക്കാം. നമ്മൾ തേങ്ങ ചിരണ്ടിച്ചിട്ടുണ്ട്. അത് തക്കാളിയിലേക്ക് ചേർക്കാനുള്ള തേങ്ങ കേട്ടോ. അത് അരച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഓരോ മീനിട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉണക്കമീൻ വേവ് കുറവാണല്ലോ, പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. ഉണക്കമീൻ പെട്ടെന്നത് വറന്ന് വരും. ചെറിയൊരു വറവ് മതി ഉണക്കമീൻ. ഏത് മീനാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മീൻ. പല്ലിയല്ല, അങ്ങനത്തെ അതുപോലത്തെ ഏതൊരു ടൈപ്പ് മീനാട്ടോ അത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മീനിന്. ഉണക്കമീൻ ഉണ്ടെങ്കിൽ എന്തോരം ചോറ് നമുക്ക് കഴിക്കാം അല്ലേ. ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്ക് ഒരു കഷ്ണം മീൻ മതി, ഉണക്കമീൻ മതി അല്ലേ. ഉണക്കമീൻ പൊരിച്ചതും തക്കാളിക്കറി അടിപൊളിയായിട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അതവിടെ ഇരുന്ന് പൊരിയട്ടെ. ഇതാ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മഞ്ഞ കളർ ഉണ്ടായിരുന്നു കേട്ടോ ഇത്. പക്ഷെ നിങ്ങൾക്കിത് വെട്ടമുള്ളതുകൊണ്ട് വൈറ്റായിട്ട് കാണുന്നത് അല്ലേ. നല്ല മഞ്ഞ കളറായിരുന്നു കേട്ടോ നമ്മുടെ കറിക്ക്. നല്ല മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അത് നല്ല മഞ്ഞ കളർ ഉണ്ട് കേട്ടോ കറിക്ക്. പക്ഷേ ഇവിടെ വെട്ടത്തിൻ്റെ ഇതുകൊണ്ട് ഒരു വൈറ്റായിട്ട് കാണുന്നു അല്ലേ. വൈറ്റല്ല, ഒരു ഇതായിട്ട് കാണുന്നുണ്ടല്ലേ. ഇതിനും കളർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കറിക്ക്. മഞ്ഞ കളറാണ്. മുളക് പൊടി ഇട്ടിട്ടില്ല, അപ്പോൾ നല്ല മഞ്ഞ കളറായിരുന്നു കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് വാങ്ങി വയ്ക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ആഡ് ചെയ്യാം. നമ്മൾ വീട്ടിലുള്ള കറിവേപ്പില ഇട്ടത് നല്ല മണവും ഉള്ള കറിവേപ്പില ഇട്ടത്. ഇനി വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്ത് കോരാം. നമുക്കത് വേവിച്ച് വെച്ചേക്കുന്ന തക്കാളിക്കൂട്ടിലേക്ക് ചേർക്കാം. നമ്മുടെ തക്കാളിക്കറിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. അടിപൊളി. നല്ല കുറുകിയ തക്കാളിക്കറി അല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. സിമ്പിളല്ലേ. 2-3 തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഈ വിഭവം. നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.